അപ്പോൾ എല്ലാവർക്കും ഇനി വേണ്ടെങ്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴയ കാലത്തെ ഒരു ഫാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഈ സമയത്തൊന്നും അങ്ങനത്തെ ഒരു ഫാനൊന്നും നമ്മുടെ വിപണിയിലൊന്നും ആരും ഇറക്കിയിട്ടില്ല. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര ഗുണമുള്ളൊരു ഫാനാണത്. അതായത് നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റിനിരിക്കുന്ന എല്ലാവർക്കും കാറ്റുകൊള്ളാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി 2 മോട്ടറാണ് നമ്മൾ എടുത്തേക്കണത്. 2 ലീഫ് എടുത്തിട്ടുണ്ട്. അത് ബാരിങ്ങും സെറ്റ് ആയിട്ട് ഈ സാധനം ഓൺ ആക്കുമ്പോൾ തന്നെ ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞത് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് അങ്ങോട്ട് പോകാം. പുതിയ വീഡിയോ ഉണ്ട്. നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ ഫാൻ ഉണ്ടാകും. ടേബിൾ ഫാൻ 2 ലീഫാണ് വരുന്നത്. അപ്പോൾ ഈ ലീഫ് ഈ ടേബിൾ ഫാൻ മൊത്തത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 മോട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാരിങ് ഉണ്ട്. ബാരിങ് ആണത്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസും വേണ്ടി ഈ ബാരിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ സാധനം ഓണാക്കി കഴിയുമ്പോൾ ഈ ചുറ്റിനും കിടന്ന് ഈ ടേബിൾ ഫാൻ കറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് 4 സൈഡിൽ നമുക്ക് കാറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി നമുക്ക് തുടങ്ങാനാണ്. ബാരിങ് നമുക്ക് ടൈറ്റ് ആക്കാറുണ്ട്. ടൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി ലൂസ് ഉണ്ടായിട്ട് നമ്മൾ റബ്ബറൊക്കെ വെച്ചാൽ ടൈറ്റ് ആക്കണത് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞിട്ട് അത്യാവശ്യം താഴത്തേക്ക് പോകാണ്ടിരിക്കേണ്ട ഒരു റിബേറ്റ് പോലെ നമ്മൾ അലുമിനിയത്തിൽ തകിട് വളച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പോലിതുണ്ട് കറക്റ്റായിട്ട് നമ്മൾ അലൈൻമെൻ്റ് ഒക്കെ മാറ്റി കറക്റ്റായിട്ട് എന്നിട്ട് ഇത് മേടിഞ്ഞ് ഫാനും കാര്യങ്ങളൊക്കെ വന്നത്. ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് 2 സൈഡിലാണ് ഫാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ അടിയിലിരിക്കാനായിട്ടൊരു ചെറിയൊരു ബോക്സൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഫാൻ ഫിറ്റ് ചെയ്യാൻ സെറ്റപ്പ് നമുക്ക് ചെയ്യാം. ഫാൻ ഇങ്ങനെയുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മളൊരു പ്ലൈവുഡിൻ്റെ പീസായിട്ട് തേക്കുന്നത്. അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ആക്സ് ഉപയോഗിച്ച് നമ്മൾ ഇത് അറുത്തെടുത്തേക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു പീസ് ഇത് അലുമിനിയത്തിൻ്റെ തകിടാണ്. ഇത് നമ്മളിപ്പോൾ മോട്ടർ പിടിപ്പിക്കാനായിട്ട് നമുക്കിപ്പോൾ ഇപ്പോഴോട്ട് ഇത് പൊക്കേൻ്റെ അകത്ത് ഇങ്ങനെ ചരിക്ക് അങ്ങാട് ഒരു സൈഡിലോട്ടൊക്കെ നമുക്ക് ഈ മുകളിലോട്ടും താഴത്തേക്കും നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇത് നേരെ പ്ലെയറിന് വെച്ചിട്ട് അങ്ങനെ നമുക്ക് കൊടുക്കും. അപ്പോൾ ഇത് ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങാട് ഇറക്കി വെക്കും. കുറച്ച് കട്ടി കളയാണ്ട് ഇത്രയും ഇറക്കി വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് മുകളിലേക്ക് നമുക്ക് പൊക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇനി നല്ല ടൈറ്റായിട്ട് ഇറങ്ങിപ്പോണത് 4 പീസ് ചെയ്യാൻ ഇതിന് വളരെ കനം കുറഞ്ഞ പീസാണത്. ഇത് 2 മടക്കി വയ്ക്കണം. നമ്മൾ ഒരെണ്ണം 2 എടുത്ത് മടക്കി വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കളയും. എന്നിട്ട് ഈ ഒരു പീസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുമായി പിടിപ്പിക്കാൻ പോകണം. ഇതുപോലെ പിടിപ്പിക്കും. പിടിപ്പിച്ചിട്ട് ഈ സ്ഥലം മൊത്തം കറങ്ങുമ്പോൾ 2 സൈഡിലോട്ടും നമുക്ക് ഫാൻ്റെ കാറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാവുള്ളൂ. ഒരു സ്ക്രൂ ഇട്ടിട്ട് വെറുതെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ചെയ്യാൻ പറ്റും. നമുക്ക് 2 ലൈനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ 2 ചെമ്പിൻ്റെ തകിട് നമ്മളില്ല. അപ്പോൾ നമ്മൾ വയറാണ് വെക്കണത്. അപ്പോൾ ഇതുമ്പോൾ നമ്മളൊരു ചെറിയ കവറിങ് ആണ്. ഈ PVC കവറിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് ഇതുമേലും പ്ലസ് മൈനസ് നമുക്ക് വന്നത് നമുക്ക് സാധനം ഒട്ടിച്ചോളാൻ. ഇതിപ്പോൾ ഒട്ടിയൊക്കെയാണ്. ഒന്നുകൂടി നമുക്ക് ഒട്ടിക്കാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇതുമേ നമ്മൾ ഈ 2 ലെയറായിട്ട് പ്ലസ് മൈനസും നമുക്ക് ഇതുമ്മ വന്നത്. പ്ലസ് മൈനസ് ഇതുമ്മ തന്നെയാണ് വന്നത്. ഇപ്പോൾ ഈ വയർ പറഞ്ഞ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇതുമ്മ ഒരു കണക്ഷൻ വരും. അപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കോയിലിൻ്റെ ഒരു വയർ ഇതാണ്. ഇതുമ്മ നമ്മൾ ചീവയായിട്ടാണ് എടുക്കാനായിട്ട് സാധനം. നമ്മുടെ ചെമ്പൊമ്പില്ലാതാണ് നമ്മൾ ചെയ്യണത്. 2 ലെയറായിട്ട് നമ്മൾ ഈ സാധനം ചുറ്റി കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ പ്ലസ് മൈനസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചുറ്റി കൊടുക്കുന്നത്. നമ്മൾ 2 ഇതായിട്ട് ചുറ്റി കൊടുത്തേക്കണ്ട. ശരിയായിട്ട് നമുക്ക് ചെമ്പില്ല തകിടാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഇല്ലാത്തവരെ നമ്മളിത് ഇനിയൊന്ന് സാൻഡ് പേപ്പറിനൊന്ന് അതിൻ്റെ ഇത് കളയണം. അതിൻ്റെ കോട്ടിങ് ഉണ്ടല്ലോ, ആ കോട്ടിങ് കളഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് എർത്ത് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കണം. ഇനിയിതുമ്പോൾ ഈ വയർക്ക് സോൾഡർ ചെയ്യണം. ഇത് പുറത്തേക്ക് പോകണത് 2 പ്ലസ് മൈനസാണ് കാണുന്നത്. ഇത് താഴത്തേക്ക് പോകണ വയറാണ്. ഈ വയറിന് താഴത്തേക്ക് പോകണത്. അപ്പോൾ ഇത് പ്ലസും ഇത് മൈനസും. നമുക്ക് ഈ സാധനം കൊണ്ടുകൊണ്ട് ഇനിയിപ്പോൾ ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എന്തായാലും പഴയ മോട്ടറിന്റെ പ്രശ്നമാണ്. നമുക്ക് എന്തായാലും ചാർജ് ചെയ്യാനായിട്ട് ഈ സാധനം നമുക്ക് വേണ്ടത്. അപ്പോൾ പഴയ മോട്ടർ ഉണ്ടായിരുന്നു, അതുമേ നമ്മൾ ഊരെടുത്തതാണ്. ഇത് വെച്ചാൽ നമ്മൾ ഇനി അത് 12 വോൾട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്.
നമ്മുടെ സ്റ്റാൻഡൊക്കെ ഈ മോട്ടറൊക്കെ ഉള്ള സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു ഐഡിയ കൂടി, അതായത് ഈ മോട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കറങ്ങിയാൽ മാത്രം മതി. അത് ഓരോരുത്തരുടെ ഐഡിയ കൂടി നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒരു പ്ലൈവുഡിൻ്റെ പീസിൽ ഈ ഒരു അലുമിനിയം തകട് വെച്ചിട്ട് ഇവിടെ സ്ക്രൂ ചെയ്തേക്കണം. അപ്പോൾ ഇത് ടൈറ്റായി എൻ്റെ ഇതിനുള്ളിലുള്ള മോട്ടർ ടൈറ്റായിട്ട് കയറ്റി കൊടുക്കാം നമ്മൾ. പിന്നെ ഇവിടെ നമ്മൾ ഒരു എൽബോ അടിച്ച് കണ്ട, ഇപ്പോൾ ഷീറ്റ് വെച്ച് എൽബോ അടിച്ച് ഇവിടെ സ്ക്രൂ കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ബലോയിസാണ്. പിന്നെ ബാരിംഗ് എന്ന് പറഞ്ഞാൽ ബാരിങ്ങിന് ഉള്ളോട്ട് വെറുതെ ഫ്രീ ആയിട്ടാണ് നമ്മൾ കിടത്തി വരുന്നത്. കിടത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തിരിഞ്ഞോളൂ അല്ല. ഇനി നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ഇടങ്ങുന്നത് ഈ ഒരു കണക്ഷൻ കൊടുക്കലാണ് ഇടങ്ങുന്നത്. ഈ രണ്ട് ചെമ്പുമ്മേ നമ്മൾ ഈ കമ്പി എടുത്തുകൊണ്ട് നമ്മുടെ ഈ തകിട് ഉണ്ടായില്ല. അതായത് കമ്പി തകിടാണ് ഇപ്പോഴും നല്ലത്, പെട്ടെന്ന് പണിയില്ല. അപ്പോൾ ചുറ്റി എടുക്കണം. അപ്പോൾ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ബ്രഷ് നമ്മൾ സോൾഡർ ചെയ്തെടുത്തേക്കുണ്ട്. ബ്രഷ് നമ്മൾ സോൾഡർ ചെയ്തെടുത്ത് ഇനി ഒരു എൽബോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എൽബോ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് മാർക്ക് ആയിട്ട് ഇത് മുട്ടിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചാണ് നമ്മളിത് മാർക്ക് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്തു സ്ക്രൂ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യം ടൈറ്റും ലൂസാക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചെയ്യണത്. അധികം ടൈറ്റ് ആകാൻ പാടില്ല സാധനം. അപ്പോൾ നമുക്ക് ഈ സാധനം ഇനി മാർക്ക് ചെയ്തെടുക്കരുത്. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായാലും ഞാൻ കാണിച്ചതാണ്. നമ്മൾ ആ ചെമ്പൊമ്പിയുടെ ആ ഒരു ഇത് നോക്കി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. സീറ്റിംഗ് ആയി ഇതുപോലെ മാർക്ക് ചെയ്താണ് എടുത്തിട്ട് ഇതിന്മേൽ നമ്മൾ ആ സാധനം ചൊട്ടിക്കാറുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി ഒരു ചെറിയ പീസ് നമ്മൾ വേറെ ഒട്ടിച്ചാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ബലം ഇതുമ്പോൾ വയറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കിടന്ന് കറങ്ങണത്. ഈ ഷാഫ്റ്റ് കറങ്ങില്ല, ഈ ബാരിങ്ങാണ് കറങ്ങണത്. അപ്പോൾ ഇതിന്മേൽ നമുക്ക് കണക്ഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ട വയറാണ് ഈ വന്നേക്കുന്നത്. അത് 2 വയർ വന്നിട്ടുണ്ട്. ആ 2 പേര് ലൈൻ കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പീസും ഒട്ടിക്കാൻ പോകും നമ്മൾ. രണ്ട് പീസ് നമ്മൾ ഒട്ടിച്ചത് ഇട്ടിരുന്ന കറക്റ്റായിട്ടൊക്കെയാണ്. അപ്പോൾ രണ്ടും ചാർജ് കിട്ടിക്കോളും. നമ്മുടെ 6 ഇഞ്ച് സ്ക്വയറിൻ്റെ ഒരു പ്ലൈവുഡ് പലകയുണ്ട. ഈ പലകയെ വേണ്ടി നമ്മൾ ഈ ഷാഫ്റ്റിങ്ങാണ് ഉറപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ട് ഇത് ബോക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബോക്സ് എടുക്കാം. അതായത് നമുക്ക് ഈ സാധനം മറിഞ്ഞു വരത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള പണിയൊക്കെ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇതും കൂടി ചെയ്തിട്ടുണ്ട് നമുക്ക് അത് ഒന്ന് ഉറപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് എന്താ സംഭവം ഉണ്ടെങ്കിൽ ബോക്സ് വെച്ച് ഇനി പണി ചെയ്തില്ലെങ്കിൽ അത് ഇടങ്ങേറാവുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും നമ്മൾ ആ പീസാണ് ചാർജ് ചെയ്യുന്ന പീസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അതായത് കുറച്ച് ബലം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. എന്നിട്ട് ഇനി ഈ സാധനം നമുക്ക് വെക്കാൻ പോവുകയാണ്. ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്, അടയാളം ഈ ഷാഫ്റ്റ് വെച്ചിട്ട് ഹോളൊക്കെ അടിച്ച് കറക്റ്റാക്കിയൊക്കെയാണ് നമ്മൾ ഈ സ്ക്രൂ ചെയ്ത് വെക്കണം. സ്ക്രൂ ചെയ്ത് വെക്കണം വെച്ചാൽ മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ഈ പറഞ്ഞിട്ടില്ല ലൂസായി പോയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ നമ്മൾ ചെയ്ത് തരണം. സ്ക്രൂ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ചിട്ട് ഷാഫ്റ്റോടെ ഇറക്കി കൊടുക്കാം. ഷാഫ്റ്റ് ഇറങ്ങി ഇപ്പോൾ ഈ സാധനം നേരെ അങ്ങാട് ഏടാ മുട്ടിക്കണം. മുട്ടി നമുക്ക് അകത്തേക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ക്രൂ മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രസ് ചെയ്യായിട്ട് തോന്നും. ഇതെന്ന് പറയും വേണ്ട ഇതൊന്ന് അത് നമുക്ക് കിടന്ന് ഒരഞ്ഞോളൂ ശരിക്കും വേണ്ട. ഇതാണ് നമ്മുടെ സിസ്റ്റം. പകുതി പണിയൊക്കെ ആയിട്ടിരുമ്പോൾ ഇത് ഒരു ക്ലാമ്പ് പോലെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് നമ്മൾ ആ ഇത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്ത് ഒട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൈൻ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ തീർന്ന് വയർ ഇപ്പുറത്തോട്ട് ഇട്ടുണ്ട്. സോൾഡറിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ സെക്ഷൻ ഈ ഷാഫ്റ്റുമ്പോൾ നേക്കണ 2 വയർ നമ്മൾ സോൾഡർ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇത് നേരെ ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നീക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചേക്കണത്. കൂടുതൽ നമുക്ക് ഈ സാധനം ഇതങ്ങാട് എടുത്താൽ അതിൻ്റെ ഉള്ളോട്ട് കയറ്റാം. കയറ്റി കഴിഞ്ഞ്
ഈ സ്ക്രൂ അങ്ങനെ പൈക്കിന് ഇപ്പം ടൈറ്റ് ചെയ്യണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി മോട്ടറിലോട്ട് ഇതിന് ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇത് ടൈറ്റ് ചെയ്യണം, അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ആണ്. അപ്പോൾ ഈ 2 വയറെടുത്ത് നമ്മൾ ഈ വയർ മോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ മോട്ടറിൻ്റെ 2 വയർ ഇത് അടിയിൽ നിന്ന് ആ ബ്രഷ് മീൻ എന്ന് പറയുന്ന വയറാണത് കണ്ടോ, ഈ 2 വയർ. അപ്പോൾ ഈ വയർ ഒക്കെ കൂടി എടുത്ത് നമ്മൾ പ്ലസ് മൈനസ് നോക്കിയാണ് എല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടി എടുത്ത് നമ്മൾ സോൾഡർ ചെയ്തൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പണി വയറിങ്ങിൻ്റെ ഒരു സെക്ഷൻ തീരും. അതിന് ലീഫ് സെറ്റ് ചെയ്തുകൊണ്ട് ആ ബോക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ബോക്സിലോട്ട് ഈ സാധനം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെത്താൻ ഈ സാധനം റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ബോക്സ് കേട്ടോ, ഈ ആ ബോക്സുമേണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ സാധനം വെറുതെ അമർത്തി വെച്ചാൽ മതി. നമ്മളത് നേരത്തെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കണക്ഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ സാധനം വർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പണീൻ്റെ കണക്ഷനൊക്കെ കൊടുക്കാതെ അതൊരു മെനയായിട്ട് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ തിരുവോണം പണി ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു ഭംഗിയായിട്ട് കൊടുത്തില്ലെങ്കിൽ വയറൊക്കെ ഒരു പോയേക്കാണെന്ന് ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇത് ശരിക്കും വേണമെങ്കിൽ തൂക്കിയുടെ ഒരു ഫാൻ ചെയ്യാട്ടോ. തൂക്കിയുടെ ഫാൻ നമുക്ക് 3 ഫാൻ വെക്കാം. അതായത് തൂക്കിയുടെ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ഫാൻ കൊടുക്കാം 2 സൈഡിലേക്കും. അപ്പോൾ 2 സൈഡിലേക്കും കാറ്റ് കറങ്ങിപ്പോയിക്കോളും. പിന്നെ എന്ന് പറഞ്ഞാൽ അടിയിലും നമുക്ക് നേരെ കാറ്റ് കിട്ടാം. അങ്ങനെ വലിയ ഫാൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സിമ്പിളായിട്ട് കേസാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഷാഫ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഷാഫ്റ്റ് നമ്മൾ ഇതിനു വേണ്ടി എടുത്താണ്. ഇത് PVC ഒരു പൈപ്പാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. PVC പൈപ്പ് ആകുമ്പോൾ ഈ സെക്ഷനൊക്കെ നമുക്ക് മുകളിൽ ചെയ്യാൻ പറ്റും. ഈ ലൈൻ കൊടുത്തേക്കുന്ന സെക്ഷനൊക്കെ നമുക്ക് മുകളിൽ ചെയ്തിട്ട് നേരെ ഉള്ളിൽ കൂടി നമുക്ക് താഴത്തേക്ക് വയറൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് അവസാനിച്ചിട്ടാണ്. അതായത് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം വർക്കൗട്ടായി. അപ്പോൾ നമ്മളൊരു അഡാപ്റ്റർ മീൻ കൂടി 12 വോൾട്ടിന് അഡാപ്റ്റർ മീൻ സാധനം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എന്താ പറയുക, ഇതിൻ്റെ അടിവശം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മോട്ടറൊക്കെ വെക്കണം പറയും. പക്ഷേ ഈ മോട്ടറൊന്നും വെച്ചിട്ടില്ല. ഉണ്ട് ഇതിൻ്റെ അടിവശത്ത് ആ ഷാഫ്റ്റാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു സ്വിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കിയെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വേണമെങ്കിൽ ഈ ഒരു ഫാൻ ശരിക്കും വേണമെങ്കിൽ അടിഭാഗത്തും വലിയ ഫാനാണെങ്കിൽ നമുക്ക് അടിയിൽ വരെ നമുക്ക് ഇതിൻ്റെ ഒരു ഫാൻ കൊടുക്കാം. നമ്മൾ ഓണാക്കിയേട്ടാ വേണ്ട തന്നെ ഓട്ടോമാറ്റിക്ക് തന്നെ ആ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാണ്ട് ആ സാധനം അത്യാവശ്യം സ്പീഡുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡൈനിങ് ടേബിളിലേക്ക് നമ്മൾ കറക്കുകയാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 സൈഡിലും ഈ സാധനം കാറ്റ് കിട്ടും. നമ്മൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ വലിയ ഫാൻ ചെയ്യുമ്പോൾ ശരിക്കും വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടിയിലും ഒരു ഫാൻ, അത് തൂക്കിയിടാൻ പറ്റുന്ന ഫാൻ ആക്കണം നമ്മൾ. അപ്പോൾ എന്നുണ്ടെങ്കിൽ അടിയിലും ഒരു ഫാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും നല്ല കാറ്റ് കിട്ടും. അപ്പോൾ അടിയിൽ ഫാൻ വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും റൗണ്ടിൽ കാറ്റ് വെക്കോളും, അടിയിലോട്ടും നേരെ കാറ്റും കിട്ടും. അപ്പോൾ എന്നുണ്ടെങ്കിൽ അടിപൊളിയായിക്കോളും സംഭവം കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും.